തൊടണം. എന്നെ അറിയാത്ത ജനത്തെ അവർ തൊടണമെന്ന്. മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവാണ്. ആ മറ്റൊരു ക്രിസ്തുവായ ആ നേഴ്സ് ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളെ ഒന്ന് തൊടുമ്പോൾ കറണ്ട് അടിക്കണമാതിരി പവർ അവരിലേക്ക് ഒഴുകും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാർക്ക് ഇത്രയും ഡിമാൻഡ്? ഇത്രയും ലോകത്തിൽ എവിടെ ചെന്നാലും ആശുപത്രികളിൽ മലയാളി നേഴ്സുമാരുണ്ടാവും. ഇത് നമ്മളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ഇത് കർത്താവിൻ്റെ വിളിയുടെ ഒരു പ്രത്യേകതയാണ്. കർത്താവ് നമ്മളെ ഉപ്പും പുളിപ്പുമാക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അയച്ചിരിക്കുന്നു. ലോകമെമ്പാടും അവരില്ലാത്ത ആശുപത്രിയില്ല. ജ്ഞാനം എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ആത്മീയതയിൽ നമുക്കുണ്ടാകേണ്ട വലിയ ഒരു ഉയർച്ച എന്നത് ചെങ്കോലിനെയും സിംഹാസനത്തിലെയും അധികമായി ഞാൻ അവളെ കാംക്ഷിച്ചു, അവളെ ബഹുമാനിച്ചു. ആരെ? ജ്ഞാനത്തിനെ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥാനമാനങ്ങളെയും നമ്മളുടെ വലിയ വലിയ ആഡംബരങ്ങളെയും വിടുക എന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ദാരിദ്ര്യവും നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കണം. അതാണ് ജ്ഞാനം. ഈ ക്രിസ്മസിൻ്റെ അന്ന്, അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ബ്രദറെ എനിക്ക്, പുള്ളി നമ്മളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരുപാട് വന്ന് പോസ്റ്റ് പ്രാർത്ഥിച്ച ആളാണ്. പുള്ളിക്ക് വീട് പണിക്ക് സഹായം വേണം. പുള്ളിയുടെ ഓപ്പറേഷൻ ഈ കഴുത്ത് 2-3 പ്രാവശ്യമായിട്ട് മുറിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ വന്ന് നീ വേഗം വായു. എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായില്ല വാസ്തവത്തിൽ. പക്ഷേ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഇത്തിരി കാശുണ്ടാക്കി അവൾ കൊടുക്കാം. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു 5000 രൂപ തന്നു. ആൾ പോയി കഴിഞ്ഞ ഉടനെ ഇയാൾ വന്നു നേരെ ഇത് അങ്ങോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവേ, ക്രിസ്മസ് ആയിട്ട് ഈ ദരിദ്രനെ അവിടെ സഹായിക്കാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ അന്ന് കഴിഞ്ഞിട്ട് മുഴുവൻ സമയം ഞങ്ങൾ ദിനരാത്രം പ്രാർത്ഥിക്കുകയായിരുന്നു. നൈറ്റ് വിജിലെല്ലാം നടത്തി. 31 ഡിസംബർ 31. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വലിയ ഉൾക്കാഴ്ച, നമ്മൾ ദരിദ്രരെ സാമ്പത്തികമായി സഹായിക്കാൻ ഉള്ള അതേ ആവേശം, അത് നമുക്ക് ഭയങ്കര അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളുടെ അടുത്ത് ദാരിദ്ര്യത്തോടെ ചോദിച്ചു വരുന്ന ആരെങ്കിലും കണ്ട ഒട്ടിനെ നമ്മൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കണം. അതുപോലെ തന്നെയുള്ള ഒരു ആവേശം ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്കുണ്ടാകണം. ഈ നാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബാഹ്യമായ ദാരിദ്ര്യം കാണുന്നില്ലെങ്കിലും ആന്തരികമായ ആത്മാവിൻ്റെ ദാരിദ്ര്യത്താൽ ഉണങ്ങി വരേണ്ട അവസ്ഥ നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? മദർ തെരേസ കൽക്കട്ടയിൽ വലിയ സംഭവം നടത്തി. കൽക്കട്ടയിൽ ദരിദ്രരെ, ഇപ്പോഴും എന്നിട്ട് കൽക്കട്ടയിൽ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴും കൽക്കട്ട അങ്ങനെ തന്നെ. എന്ന് വിചാരിച്ചു മദർ തെരേസ ചെയ്ത കാര്യത്തിന് കുറ്റം പറയല്ല. മദർ തെരേസ അതിന് ശേഷം യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ബാഹ്യലോകത്തേക്കും വന്നപ്പോൾ പറയണേ, എൻ്റെ ദൈവമേ, ഇത് കൽക്കട്ടയിലും വലിയ ദാരിദ്ര്യമാണല്ലോ. എന്താ ദാരിദ്ര്യം? അത് ആത്മീയ ദാരിദ്ര്യം. എനിക്ക് സുവിശേഷ വേലയ്ക്കുണ്ടായ വലിയ പ്രചോദനം മദർ തെരേസയുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ എന്നോട് ജോലിയെല്ലാം വിട്ട് ഞാനിതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ
ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് ഞാൻ എങ്ങനെ അത് ചെയ്തു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ശമ്പളവും കിട്ടി, നല്ല വലിയ വലിയ പൊസിഷനിൽ ജോലി ചെയ്തിരുന്നതായിരുന്നു ഞാൻ. അതൊന്ന് ഒരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാവരും വിചാരിച്ച് എനിക്ക് എന്തോ മാനസികമായി വിഭ്രാന്തി വന്നിട്ടുണ്ട്. ഒരാളും എനിക്ക് അനുകൂലമല്ല. എൻ്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഓഫീസ് എല്ലാം എതിരായിരുന്നു. പക്ഷെ എനിക്ക് കർത്താവ് ശക്തമായി ഉള്ളിൽ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കും? എങ്ങനെ ഞാൻ വാടക അടയ്ക്കും? എങ്ങനെ ഇതെല്ലാം എൻ്റെ മുമ്പിലുള്ളപ്പോൾ കർത്താവ് പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. വളരെ വലിയൊരു വ്യത്യാസം നമ്മളുടെ ചിന്തയ്ക്ക് വേണം. നമ്മളും സഭ മുഴുവനും വ്യത്യാസം ഉണ്ടാകും. എന്താ സഭയിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവേണ്ടത്? സഭ മുഴുവനും കളപ്പുരകളിൽ ശേഖരിക്കുകയാണ്. നോക്കിയേ, നമ്മുടെ പള്ളി കോൺഗ്രിഗേഷനുകൾ എല്ലാം കളപ്പുരകളിൽ ശേഖരിക്കുകയാണ്. കുറ്റം പറയല്ല കേട്ടോ, ഞാൻ അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുക. അതുകൊണ്ട് നമുക്ക് ശക്തിയില്ല. കളപ്പുരകളിൽ ശേഖരിക്കുന്നവർക്ക് ഒരു ശക്തി ഉണ്ടാവില്ല. മറിച്ച് അവ എന്നോട്ട് പറയുകയാണ്, ഈ പക്ഷികളെക്കാൾ ശ്രേഷ്ഠരാണോ നീ? തീർച്ചയായിട്ടും. എങ്കിൽ ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട നിനക്ക് ഞാൻ ഭക്ഷണം തന്നിരിക്കും, നിന്റെ കുട്ടികൾക്ക്. എന്നിരുന്നാലും ശരിക്ക് വിശന്ന് കഴിഞ്ഞിട്ട് തരാറുള്ളൂ. അപ്പം അതിനെ എന്തിനാ നമ്മൾ കണക്കാക്കേണ്ടത്? അത് ഈശോയുടെ ആ ദാരിദ്ര്യത്തിൽ നമ്മളെ പങ്കാളിയാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അന്ന് ഞാൻ വിട്ടിറങ്ങിയപ്പോൾ എന്തൊരഭിഷേകമാണ്, ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരാൾ എന്നോട്, 2 ദിവസം ഒരാൾ എന്നോട്, ബ്രദർ എങ്ങനെ 10-28 വർഷമായിട്ട് ഇങ്ങനെ പിടിച്ച് നിന്നത്? അതൊരു അത്ഭുതം പോലെ തോന്നുന്നു. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കാര്യമാണ്. ഞാൻ കളപ്പുരകളിൽ ശേഖരിച്ചിട്ടില്ല. നമുക്ക് യാതൊരു ബാങ്ക് ബാലൻസോ ഒരു ഡെപ്പോസിറ്റോ ഒന്നുമില്ല. ഇത് ഈശോ പറഞ്ഞ മാതിരി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് ഈ ആത്മീയതയുടെ ഒരു ശക്തി നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്നല്ല പറയുന്നത്, വാസ്തവത്തിൽ ഈശോയുടെ തന്നെ സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ ആത്മീയമായ ദാരിദ്ര്യത്തിന് മുൻതൂക്കം കൊടുക്കണം. ജ്ഞാനത്തിലൂടെയാണ് ഈ ശക്തി നമുക്ക് കിട്ടുക. ദൈവിക ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ നമ്മൾ ദരിദ്രരാകും. മാത്രമല്ല, ആ ദാരിദ്ര്യത്തിൻ്റെ ശക്തിയിൽ നമ്മൾ അഭിമാനം ഉണ്ടാകും. നമ്മുടേതായിട്ടുള്ള കളപ്പുരകൾ ഉണ്ടാകില്ല, നമ്മുടേതായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാകില്ല, നമ്മുടേതായിട്ടുള്ള ഒരു സമ്പത്ത് ശേഖരിക്കാൻ നമുക്ക് തോന്നില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവരാജ്യത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഈ അനിമേഷൻ ഫിലിമിന് ഇപ്പോൾ 1.5 കോടി രൂപ ചിലവായിട്ടുണ്ട് ഇതുവരെ. ഇതെല്ലാം നമുക്ക് കിട്ടണ ഓരോ പെനിയും ഓരോ സെൻറ്റും ഇതിനു വേണ്ടി ചിലവാക്കിയാണ്. എനിക്ക് അത് വിഭാവനം ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞാൽ മരിച്ചു പോകും. പക്ഷേ മരിക്കാത്തതായിട്ട് എന്തുണ്ടായിരിക്കും? ആത്മാവും നമ്മൾ. അപ്പോൾ ഈ അനിമേഷൻ ഫിലിമും ഈ പ്രസംഗങ്ങളും എല്ലാം ഇൻ്റർനെറ്റിലും ഈ ഫിലിമുകൾ മുഴുവനും ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്ന മാതിരി ഫ്രീ ആയിട്ട് അവൈലബിളാണ്. പിന്നെ നോക്കിയേ, 1950 പ്രൊഡ്യൂസ് ചെയ്ത 10 കമാൻഡ്മെൻറ്റ്സ് കാണുമ്പോൾ ഇന്നും നമുക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ?
അതെന്നുണ്ടാക്കിയതാ? 1950s ഉണ്ടാക്കിയതാ. 1950s ഈ ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് ഉണ്ടാക്കിയ ആ 10 കമാൻഡ്മെന്റ്സ് എന്നുള്ള ഫിലിം ഇന്നും കണ്ടു കഴിഞ്ഞാൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേറൊരു ഫിലിമില്ല, ഇല്ലേ? നമുക്കിന്നും കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കാണുന്നുണ്ടാകും. മോശ ചെങ്കടൽ കിടക്കുന്ന ഭാഗം അത് എടുത്ത് കാണും. അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം മുഴുവനും ജ്വലിക്കുകയാണ്. നടന്ന സംഭവമല്ലേ അത്? അത് നമ്മളെ എന്തെങ്കിലും കഥയുണ്ടാക്കിയല്ല ചെയ്യണത്, നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പിന് വേണ്ടിയും മറ്റു മക്കൾ അതുപോലെ വളരുന്നതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് അതിന് റിട്ടേൺ ഉണ്ടാവും. സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിന് സ്പിരിച്വൽ റിട്ടേൺ. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ഞാൻ അവളെ സ്നേഹിച്ചു. ദൈവമേ, ജ്ഞാനം നൽകണമേ. അത് അക്ഷയ നിധിയാണ്. 7:14. അത് മനുഷ്യർക്ക് അക്ഷയ നിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം. ഒന്നെല്ലാവരും പറഞ്ഞേ, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം. ഒന്നുകൂടി പറഞ്ഞേ, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം. ഇത് കണ്ണടച്ച് നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ ആത്മാവ് അക്ഷയമായ ഈ ആത്മാവിലേക്ക് അങ്ങയുടെ അക്ഷയമായ ജ്ഞാനം നൽകണേ. ഈ അക്ഷയമായ ആത്മാവ് മാത്രമാണ് എൻ്റെ മരണശേഷം സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ആ അക്ഷയമായ ആത്മാവിൽ എന്തെല്ലാം നിറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്വർഗത്തിലേക്ക് വരും. അക്ഷയമായ ആത്മാവിൽ അക്ഷയമായ ജ്ഞാനം. ദൈവമേ, അക്ഷയമായ ജ്ഞാനം അതൊരു അക്ഷയ നിധിയാണ്. അത് ഈ ലോകത്തിൽ നശിക്കില്ല. ആ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണേ. ആഴമായി ഇത്രയും ഞാൻ പറഞ്ഞത് മുഴുവനും ഈ ഒറ്റ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ഞാൻ അവളെ സ്നേഹിച്ചു എന്നതിൻ്റെ നിന്നുദിച്ചതാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് മുഴുവനും. ചെങ്കോലും സിംഹാസനവും കടന്നു പോകും, എന്നാൽ ആ ജ്ഞാനം കടന്നു പോകില്ല. അത് അക്ഷയമാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ സമ്പത്തുകളും കടന്നു പോകും, എന്നാൽ അക്ഷയമായ ജ്ഞാനം കടന്നു പോകയില്ല. എന്തോ ഒരു സൗന്ദര്യമാണ്, എന്തോ ഒരു സന്തോഷമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ആ ജ്ഞാനം നമുക്ക് വെറുതെ തരാൻ ഒരു കാശും കൊടുക്കണ്ട. അതുകൊണ്ട് അങ്ങ് നിറയാൻ വേണ്ടി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി മണിക്കൂറുകളോളം. ഈശോയെ, ഇന്നു മുതൽ ഞാനത് ചെയ്യും. ആ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ഈശോയെ, ആ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അത് അക്ഷയനിധിയാണ്. മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, ജ്ഞാനം നിറയണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. ഒതുങ്ങി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മളങ്ങ് പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങി എന്ന് പറയുന്നത്, കർത്താവ്, ഞാൻ ഇത്രയും നാൾ നേടിയ എൻ്റെ ചെങ്കോലും സിംഹാസനവും ഒന്നുമല്ല, എനിക്കതൊന്നും വേണ്ട.
എനിക്ക് അതിനേക്കാൾ വലുത് അങ്ങയുടെ ജ്ഞാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊട്ടാരങ്ങൾ കിട്ടുന്നതല്ലോ എന്റെ ആത്മാവിന്റെ ഞാൻ ഉപയോഗമില്ലാതെ ഈ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന വചനം കൊടുക്കുവാൻ ജ്ഞാനം നൽകണമേ. നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. ഇതുപോലെ നമുക്ക് വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? രാവിലെ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ രാവിലെ മുഴുവൻ പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടിയാ? ജ്ഞാനത്തിൻ്റെ വചനം വായിച്ചിട്ട് 1-2 സെൻറ്റൻസ് എടുത്ത് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് മുഴുവനും നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ തരംഗം അടിച്ചുകൊണ്ടിരിക്കും. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ഞാൻ അവളെ വിലമതിച്ചു. ജ്ഞാനം അക്ഷയനിധിയാണ്.